2026 ഒറ്റ സിനിമ പോലും കൊള്ളാവുന്ന വിജയം നേടിയിട്ടില്ല. ഒരു ഗതികെട്ട തുടക്കം തന്നെയാണ് ഈ വർഷം മലയാള സിനിമയ്ക്ക്. ആടാണ് ഒരു പ്രതീക്ഷ. തിയേറ്ററിൽ ഓളം ഉണ്ടാക്കി നമ്മളെപ്പോലുള്ള സിനിമാ പ്രേമികളെ തിയേറ്ററിൽ എത്തിച്ച, ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്തിച്ച, ഇൻഡസ്ട്രിയെ ലിഫ്റ്റ് ചെയ്ത ഒരു പടം പോലും ഇതുവരെ ഈ വർഷം ഉണ്ടായിട്ടില്ല. ഈ അസുലഭ മുഹൂർത്തത്തിലാണ് ആട് 3 തട്ടകത്തിലേക്ക് എത്തുന്നത്. എന്താവും? നമുക്ക് നോക്കാം. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ പ്ലീസ്. ഇൻ്റർനെറ്റിൽ പരതിയപ്പോൾ ഏകദേശം 50 മുതൽ 70 കോടി രൂപ വരെയാണ് ആട് 3ക്ക് ചിലവായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഒരു 150 മുതൽ 200 കോടി രൂപ വരെയെങ്കിലും ഈ സിനിമ കളക്ട് ചെയ്താലേ നല്ലൊരു വിജയം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയൊക്കെ ആട് 3 നേടോ? നോക്കാം. സാധാരണ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ചെയ്യുന്ന പോലെ ബഡ്ജറ്റിൻ്റെ 70% എടുത്ത് അഭിനേതാക്കൾ കൊടുത്തിട്ട് ബാക്കി 30% എടുത്ത് പടം പിടിക്കുന്ന പരിപാടിയല്ല ആടിലുള്ളതെന്നാണ് വിശ്വാസം. ആട് 3 ഇപ്പോൾ വെറും ഒരു റിലീസ് മാത്രമല്ല, വെറൊരു സിനിമ മാത്രമല്ല, മലയാള ഇൻഡസ്ട്രിയിലെ രക്ഷകൻ തന്നെയാണ്. കാരണം ഈ വർഷത്തിൽ ആദ്യം 3 മാസങ്ങളിൽ ഒരൊറ്റ സിനിമ പോലും മലയാളം ഇൻഡസ്ട്രിയെ ലിഫ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമയുടെ റെസ്പോൺസിബിലിറ്റിയും കൂടും. സത്യം പറഞ്ഞാൽ പ്രതീക്ഷയുണ്ട്. കാരണം പാപ്പനും പിള്ളേരും അങ്ങനെ വെറുതെ വരില്ല എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ പടം കയറി കൊളുത്തും എന്ന് വിശ്വസിക്കുന്നു. ദുരന്തർ ഇറങ്ങുന്നുണ്ട്. അതൊരു ഷുവർ ഷോട്ട് ഹിറ്റാണ്. പക്ഷേ അതൊരു മലയാള സിനിമ അല്ലാത്തതിനാൽ മലയാളം ഇൻഡസ്ട്രി അത് തുടങ്ങില്ല. പക്ഷേ അതൊരു നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകനൊരു വെർത്ത് വാച്ച് എക്സ്പീരിയൻസ് കിട്ടും. സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മുതലും ആവും. പക്ഷേ മലയാള സിനിമയ്ക്ക് ഒരു ഗുണവുമില്ല. നടുവേദനയെ പോലും തണവൽക്കരിച്ചുകൊണ്ട് മലയാള സിനിമയെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ സേവ് ചെയ്യാൻ ഷാജി പാപ്പന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് കഴിഞ്ഞ അടുത്ത പ്രതീക്ഷ ദൃശ്യം 3-ലാണ്. അതും എന്താവെന്ന് നോക്കാം. ഇമോഷണലി കണക്റ്റ് ആകുന്ന, നല്ല വൈബുള്ള, കോമഡി വർക്കാവുന്ന നല്ല ഒരു മാസ് മസാല ഫാൻറ്റസി കോമഡി ഡ്രാമയായി ആട് 3 മാറിയാൽ ഇൻഡസ്ട്രി ഈ സിനിമ ഹെൽപ്പ് ചെയ്യും, വൻ വിജയമാകുമെന്നതിന് ഒരു സംശയമില്ല. അങ്ങനെ ആകട്ടെ എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ.